ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ പറയണ്ടായിരുന്നു OLLൻ്റെ ഒരു വീഡിയോ ഇടാൻ. അപ്പോൾ ഞാൻ ഇന്ന് OLLൻ്റെ കുറച്ച് അൽഗോരിതമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനാണെന്ന് തോന്നുന്നു OLLൻ്റെ വീഡിയോ ഇടുന്നത്, വേറെ ആരും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം മലയാളത്തിൽ. അപ്പോൾ OLLൻ്റെ അധികം ഇടേണ്ട ആവശ്യമില്ല, കാരണം അൽഗോരിതങ്ങളായ കാരണം നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അൽഗോരിതങ്ങൾ പുറമെ ഞാൻ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്, OLL എങ്ങനെ എത്തിച്ചേരാം, അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. ശരിക്കും പറഞ്ഞാൽ OLLൻ്റെ വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം പറയുക ഇപ്പോൾ യൂട്യൂബിൽ OLL തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോ ചെറപറാന്ന് പറഞ്ഞാൽ OLLനും PLLനെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ തന്നെ സെർച്ച് ലിസ്റ്റിൽ പോലും വരുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഇപ്പോൾ തന്നെ പോയി വീഡിയോ ലൈക്ക് ചെയ്യുക. OLLനും PLLനും പഠിക്കാൻ ആഗ്രഹമുള്ള വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ തന്നെ ബെല്ലൈക്കണിൽ ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. OLL അൽഗോരിതംസ്. OLL എന്ന് പറയുമ്പോൾ ഓറിയൻറ്റൽ ലാസ്റ്റ് ലെയർ എന്നാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു cfopൻ്റെ ഇൻട്രൊഡക്ഷനിൽ. OLL എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ മേലത്തെ ഭാഗം ഫുള്ള് എന്താ പറയുക സോൾവ് ആവണതിനാണ് ഓറിയൻറ്റൽ ലാസ്റ്റ് ലെയർ എന്ന് പറയുക. OLL എന്ന് പറയുമ്പോൾ 57 അൽഗോരിതംസ് ഉണ്ട് OLLന്. അപ്പോൾ അത്ര ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക 30 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 അൽഗോരിതം പഠിച്ചാൽ മതി. എന്താ പറയുക എഡ്ജസ് ഓറിയൻ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള അൽഗോരിതം. അപ്പോൾ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ധാരാളം നല്ല സ്പീഡിൽ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് 7 അൽഗോരിതങ്ങളാണ് എഡ്ജ് ഓറിയൻ്റ് ആയിട്ടുള്ളത്. എഡ്ജ് ഓറിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സോൾവ് ചെയ്ത് ബിഗിനേഴ്സ് മെത്തേഡിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് സോൾവ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് ലെയറിൽ ക്രോസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് സോൾവ് ചെയ്യാൻ സാധാരണ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ അൽഗോരിതം ഉപയോഗിച്ച് ക്രോസ് സോൾവ് ചെയ്യുക. ഈ അൽഗോരിതം ഒന്ന് വെറുതെ സ്ക്രീനിൽ വെറുതെ കാണിക്കാം. ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മൾ എഡ്ജസ് ഓറിയൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 7 സിറ്റുവേഷൻ വരും. എഡ്ജ് ഓറിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ 4 എഡ്ജും നമുക്കിപ്പോൾ സോൾവ് ആയി കിട്ടി എന്ന് പറഞ്ഞാൽ മേൽഭാഗം ഇങ്ങനെ നോക്കരുത്. നമ്മൾ സാധാരണ സോൾവ് ആയി കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഇതൊരു ആൻറ്റി സൂൺ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ്. ഇതിലൊരു അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അതുപോലെ 7 സിറ്റുവേഷൻ വരും. 7 സിറ്റുവേഷൻ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകും. അപ്പോൾ ഇതാണ് ആ 7 എന്താ പറയുക അൽഗോരിതങ്ങൾ. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് വെച്ചോ, ഈസിറ്റ്. ഇപ്പോൾ തന്നെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചോ 7 അൽഗോരിതങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷനാണ് സ്യൂൺ സിറ്റുവേഷൻ. അപ്പോൾ ഇതിൽ അനുസരിച്ച് നോക്കുക. നമ്മൾ ഇതേപോലെ വന്നു, ഒരു മീനിൻ്റെ ഒരു ഷേപ്പിൽ വന്നു. അപ്പോൾ തന്നെ ഈ മഞ്ഞ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മഞ്ഞ കളറിൻ്റെ ലൈൻസ് റെപ്രസെൻ്റ് വെച്ചാൽ ഈ സൈഡിലുള്ള കളറാണ്. ഇതിൻ്റെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ലൈനിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അൽഗോരിതം ഉപയോഗിക്കുക. പറഞ്ഞാൽ R ഫാസ്റ്റ്ലി ചോദിച്ചെങ്കിൽ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ്. നേരത്തെ ഉണ്ടായത് നമ്മളെ സ്യൂണിൻ്റെ ആൻറ്റി സ്യൂൺ സിറ്റുവേഷനാണ് നമ്മളിത്. എന്ന് വെച്ചാൽ നേരെ നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു യെല്ലോ കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കി വെച്ചെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വരിക വെച്ചെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് മിറർ അൽഗോരിതമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്തത് എന്താണോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുക നമ്മളെ കൈയിൻ്റെ മോഷൻ നോക്കിയാൽ മതി. നമ്മളെപ്പോഴും അൽഗോരിതം പഠിച്ചിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈയിൻ്റെ മോഷൻ അനുസരിച്ചിട്ട് ചെയ്യുക. L', U', L, U', L', U2, L. ഫാസ്റ്റിൽ ചോദിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പ്ലസിൻ്റെ സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ലെയർ ഇങ്ങനെ നമ്മൾ കിട്ടി വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. നമ്മൾ ഈ ലൈൻസ് റെപ്രസെൻറ്റിങ് ഏതാണ് യെല്ലോ കളർ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരിക വെച്ചെങ്കിൽ ചെയ്യേണ്ട അൽഗോരിതമാണിത്. RU2, R', U', RU, R'. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റിൽ ചോദിച്ചെങ്കിൽ അത് പ്ലസിൻ്റെ തന്നെ വേറെ വേരിയേഷനാണ്. നമ്മൾ നേരത്തെ വന്നത് ഈ ഭാഗത്തായിട്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക ഈ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പൈ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ സിറ്റുവേഷൻ്റെ പേര്. അപ്പോൾ ഇതിങ്ങനെ നോക്കാം നമുക്ക്. RU2', R2U', R2U', R2U2, R. ഫാസ്റ്റിൽ ചോദിച്ചെങ്കിൽ സിറ്റുവേഷൻ സ്മോൾ r U, R', U', സ്മോൾ r', F, R, F'. ഫാസ്റ്റ് ചോദിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടതിന് തന്നെ വേറെ ഒരു സൂപ്പർമാൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സിറ്റുവേഷൻ RU, R', U', RU', R'U2, RU', R'U2, RU, R'. ഫാസ്റ്റ്ലി ചോദിച്ചെങ്കിൽ
ഫൈനൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ ലൈന് നമ്മൾ ഈ സൈഡ് ഭാഗത്തെ കളറിനെ റെപ്രസെൻ്റ് ചെയ്യണം മനസ്സിലാക്കുക. എഫ് പ്രൈം സ്മോളർ ആർ യു ആർ പ്രൈം യു പ്രൈം ആർ സ്മോളർ ആർ പ്രൈം എഫ് ആർ ഫാസ്റ്റ് ചോദിച്ചെങ്കിൽ ഇതാണ്. ഇത്ര ഉള്ള ഓയിലിൽ ചിലവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കിൽ കൊടുത്തുള്ള സംഭവം എന്താണെന്നായിരിക്കും ചിലവർക്കുള്ള സംശയം. എന്ന് വെച്ചാൽ പഠിക്കുക എളുപ്പത്തിനാണ് സംഭവം കൊടുക്കുന്നത്. നമ്മൾ അൽഗോരിതം നോക്കി വെച്ചാൽ ബ്രാക്കിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് പിരിച്ച് പഠിക്കുക വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് പഠിക്കുക വെച്ചാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും അൽഗോരിതം. അതിനാണ് ഈ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിടിയിട്ട് വിചാരിക്കുന്ന അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ ഓയിലിൽ 57 ഓയിലുണ്ട്. ഇപ്പോൾ നമ്മൾ എഡ്ജ് ഓറിയൻ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഇതാണ് കൂടുതൽ ആവശ്യമുള്ള ബിഗിനേഴ്സിന് ഓയിലിന് കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇത് പഠിച്ച് വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ സോൾവും കൂടി കാണിച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ F12 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാന ലെവലിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അൽഗോരിതം ഉപയോഗിച്ച് സോൾവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഇവിടുത്തെ ഈ സിറ്റുവേഷനാണ് നമ്മൾ വന്നത്. സിറ്റുവേഷനാണ് വന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. ഇതാണ് OLL PLL ഉപയോഗിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.